ഹായ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചത്തോളമായി. മെയിനായി തിയേറ്ററിൽ പ്രധാനപ്പെട്ട റിലീസുകളൊക്കെ കുറവായിരുന്നു. അതുകൂടാതെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെ അടുത്തൊരു വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു റിലീസുകൾ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഈ ഒരാഴ്ച ഇന്നലെ ഇന്നുമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന തിയേറ്റർ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട റിലീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ലാലേട്ടൻ്റെ പിന്നെ തുടരുമെന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ പിന്നെ ലാലേട്ടൻ ശോഭന കൂട്ടുകെട്ടിൽ 15 വർഷത്തിന് ശേഷം ലാലേട്ടൻ ശോഭന കൂട്ടുകെട്ടിൽ വരുന്നൊരു സിനിമയാണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തരുൺ മൂർത്തിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. എന്താണ് അതിൽ ഒളിപ്പിച്ച സർപ്രൈസ് എന്താണെന്നുള്ളത് നമുക്കിന്ന് തിയേറ്ററിൽ പോയി തന്നെ കാണാം. എന്തായാലും 10 മണീൻ്റെ ഷോയ്ക്ക് പോകുന്നുണ്ട്. പോയി കണ്ടിട്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. സുന്ദർ സി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഗാംഗേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ ഇപ്പോൾ. അടുത്തത് ഒരു മലയാള സിനിമയാണ്. അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പടക്കുതിര എന്ന സിനിമ. ഈ സിനിമയും തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു സർട്ടിഫിക്കറ്റ് മൂവിയാണ് അണ്ടിൽ ഡൗൺ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും തിയേറ്ററിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹിന്ദി ആക്ഷൻ ഹിസ്റ്റോറിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞ സിനിമ. ഇമ്രാൻ ഹാഷ്മിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയും ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. അടുത്ത സിബി സത്യരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് 10 ഹവേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. തമിഴ് മൂവിയാണ്. ഈ സിനിമ അവൈലബിൾ ആണ്, തിയേറ്ററിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സിന്നേഴ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതാണ്. കിടിലൻ അഭിപ്രായങ്ങളാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. സർട്ടിഫിക്കറ്റ് മൂവിയോടെയാണ്. കിടിലൻ അഭിപ്രായങ്ങളാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. എന്തായാലും തിയേറ്ററിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കാവുന്നതാണ്. അടുത്തത് ഒരു ആനിമേഷൻ അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പാഡിങ്ടൺ ഇൻ പെറു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റീ റിലീസാണ്. നമ്മുടെ ജയനും ഷീലയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശരപഞ്ചര എന്ന് പറഞ്ഞ സിനിമയാണ്. 4K റീമാസ്റ്റർ പ്രിന്റ് ഇപ്പോൾ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ഹിമുക്രി എന്നാണ് സിനിമയുടെ പേര്. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ഈ ഒരു സിനിമ. മലയാള സിനിമയാണ്. ഒരു എന്താ പറയുക, കൊച്ചു സിനിമയാണ്. അടുത്തത് പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോഴും കുറഞ്ഞ തിയേറ്ററുകളിൽ ഇപ്പോൾ ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ സിനിമ. അക്ഷയ് കുമാറും മാധവനും അനന്യ പാണ്ഡെയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയും തിയേറ്ററിൽ അവൈലബിൾ ആണ്, ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ബയോഗ്രാഫി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഫൂലെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമയും ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് തിയേറ്ററിൽ. അടുത്തൊരു 4K റീ റിലീസാണ്. 4K റീമാസ്റ്റർ റീ റിലീസാണ്. തമിഴ് സിനിമയായ സച്ചി എന്ന് പറഞ്ഞ സിനിമ. വിജയ്, ജെനിലി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ ഈ കഴിഞ്ഞ ആഴ്ച റീ റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോഴും തിയേറ്റർ നല്ല ആൾക്കാരോടുകൂടി തന്നെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫേവറേറ്റ് മൂവിയാണ് വിജയുടെ ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ 14ഓളം സിനിമകളാണ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും തിയേറ്റർ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.